നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് ഉണ്ടോ? എക്സൈസ് വകുപ്പിൽ സ്ഥിര ജോലി നേടാം. കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്ക് കേരള PSC റിക്രൂട്ട്മെൻറ്റ് വിളിച്ചു. കേരളത്തിലുടനീളം 14 ജില്ലകളിലുമായി പ്രതിഷ്ഠിത ഒഴിവുകളാണ് ഉള്ളത്. പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ PSC വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ, കാറ്റഗറി നമ്പർ 386/2025. തസ്തികയും ഒഴിവുകളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോ ജില്ലകളിലും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമനം നടക്കുക. പ്രായപരിധി 21-നും 39-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2004-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പൊതു വ്യവസ്ഥകളിൽ ഭാഗം 2I പ്രകാരം നിയമാനുസൃത വയസ്സിളവുണ്ടായിരിക്കും. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. യോഗ്യത 10ാം ക്ലാസ് പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം. ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് 3 വർഷമായി നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ് ഇതിനായി ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ അർഹരല്ല. ശാരീരിക യോഗ്യതകൾ 160 സെൻറ്റിമീറ്റർ കുറയാത്ത ഉയരവും 83 സെൻറ്റിമീറ്റർ കുറയാത്ത നെഞ്ചളവും 4 സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം. നല്ല കേൾവിശക്തിയും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. പകർച്ചവ്യാധികൾ ഉണ്ടാവരുത്. അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 26,500 രൂപ തുടക്ക ശമ്പളം ലഭിക്കും. ഇത് സർവീസ് അനുസരിച്ച് 60,700 രൂപ വരെ ഉയരാം. അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.